ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വടക്കാഞ്ചേരി നഗരസഭയിലെ കൈക്കൂലി കേസിൽ വിജിലൻസിന് വലയിൽ വീണത് ചെറിയ മീനുകൾ മാത്രമെന്ന് കോൺഗ്രസ്. മുൻ സെക്രട്ടറിയും നിലവിലെ ചെയർമാൻ PN സുരേന്ദ്രനും ചേർന്ന വലിയ അഴിമതി നടത്തിയതിന്റെ തെളിവുകൾ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലമായി പ്രതിപക്ഷം നഗരസഭയിലെ വ്യാപകമായ അഴിമതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു അന്വേഷണവും നടത്തുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 9 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്താൽ മുൻ സെക്രട്ടറിയും ചെയർമാനും നടത്തിയ വ്യാപകമായ കൊള്ളയുടെ ചിത്രമാണ് കാണാൻ സാധിക്കുക എന്ന് K അജിത് കുമാർ പറഞ്ഞു. കഴിഞ്ഞ 9 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്താൽ തന്നെ ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് മുൻ സെക്രട്ടറിയും ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ചേർന്ന് നടത്തിയ വ്യാപകമായ കൊള്ളയുടെ ചിത്രമാണ് നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് ഞങ്ങൾ വിജിലൻസിന് കൊടുത്തിരുന്നു. പക്ഷേ വിജിലൻസിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇതിന് അന്വേഷണം നടത്താൻ യാതൊരു നടപടി ഉണ്ടായില്ല. മുൻ സെക്രട്ടറി ഇപ്പോൾ ഇന്നലെ വലയിൽ വീണത് ചെറിയ മീനാണ്. പക്ഷേ വലിയ മീൻ ഇവിടെ മുൻ സെക്രട്ടറി കോടികളുടെ അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. അതിൽ പങ്കാളിയാണ് ചെയർമാനും. എന്നിട്ടിപ്പോൾ ഇന്നലെ ചെയർമാൻ പറയുന്നു നഗരസഭയിലെ ഒരു ഉദ്യോഗസ്ഥനെ അഴിമതിക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ UDF ആണ് അതിൻ്റെ കാരണം. ബാക്കി എല്ലാറ്റിൻ്റെയും കാരണം LDF ആണ് ഇവിടെ നടന്നത്. ഈ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കാരണം UDF ആണെന്ന്. നാണവും മാനമുള്ള ആളുകൾക്കാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും മോശമായ അഴിമതി നടത്തി നഗരസഭയെ കുത്തുവാള എടുപ്പിച്ച ആളാണ് സുരേന്ദ്രൻ. ആ സുരേന്ദ്രൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുരേന്ദ്രൻ അവിടെ പരാജയപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതി തന്നെയാണ് അവിടെ മുഖ്യ വിഷയമായിട്ട് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ട് വിജിലൻസിന് കൈമാറിയിട്ടും മുഖ്യമന്ത്രി വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്നത് കൊണ്ട് അന്വേഷണം നടന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. അഴിമതി നടത്തി നഗരസഭയെ കുത്തുപാളയടിപ്പിച്ച ആളാണ് PN സുരേന്ദ്രൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സുരേന്ദ്രൻ പരാജയപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും അഴിമതി തന്നെയാണ് മുഖ്യ വിഷയമായി ഉന്നയിക്കുന്നതെന്നും K അജിത് കുമാർ കൂട്ടിച്ചേർത്തു. നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കോടികളുടെ അഴിമതി അന്വേഷണ വിധേയമാക്കണം. UDF കൗൺസിലർമാർക്കെതിരെ ചെയർമാൻ ഉന്നയിച്ച ആരോപണവും അന്വേഷണ വിധേയമാക്കണമെന്നും അഴിമതിക്കെതിരെ നടക്കുന്ന ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ നഗരസഭയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന കോടികളുടെ അഴിമതി ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച വിഷയമെങ്കിലും അന്വേഷണ വിധേയമാക്കണം. ആ അന്വേഷണ വിധേയമാക്കിയാൽ ചെയർമാനും മുൻ സെക്രട്ടറിയും അതുപോലെ തന്നെ കരുവന്നൂർ വീരന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അകത്ത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ UDFൻ്റെ എന്തെങ്കിലും ഒരു കാര്യം UDF പറഞ്ഞത് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. UDF കൗൺസിലർമാർ കാലത്ത് 8 മണിക്ക് വന്നുകൂടി ഇരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ക്ലീൻ സിറ്റി മാനേജരുമായി ചേർന്ന് അഴിമതി നടത്തുന്നു. ഇതൊക്കെയാണ് ചെയർമാൻ്റെ. ഞാൻ പറയുന്ന അന്വേഷണ വിധേയമാക്ക്, അന്വേഷണം നടത്തൂ. ഈ പറഞ്ഞ കാര്യം അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരൂ. കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ നടത്തിയ അഴിമതിയും ഓഡിറ്റ് റിപ്പോർട്ടിലെ പരാമർശങ്ങളും അന്വേഷിക്കുക. എന്നിട്ട് അതിൽ കുറ്റക്കാരെ ശിക്ഷിക്കുക. ഇവിടെ അഴിമതിക്കെതിരെ നടക്കുന്ന ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ആ അന്വേഷണം നടത്തണം, നടപടി സ്വീകരിക്കണം. അഴിമതിക്കാരായ മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസും കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകുന്നു. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.